ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ നവ്യ ചേച്ചിയുടെ ഫേസ് പാക്ക് ആണ് കേട്ടോ അന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഈ ഫേസ് പാക്ക് ആണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഫേസിൽ അങ്ങനെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല, ഒരു ലിപ് ബാം പോലും യൂസ് ചെയ്തിട്ടില്ല. ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞ് വന്നതായതുകൊണ്ട് ഞാൻ കഴുത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം വർത്തമാനമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് പാക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ്. അപ്പോൾ ഞാനൊക്കെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്താണ് കേട്ടോ രാവിലെ തന്നെ. ഓക്കെ, പിന്നെ കുളി കഴിഞ്ഞത് കൊണ്ട് ഞാൻ കഴുത്തിലേക്കൊന്നും അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്ക്രബിങ് ആണ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയൊന്നും ഇങ്ങനെ മുന്നോട്ടേക്ക് വരത്തില്ല, അതിന് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ബാൻഡ് വെക്കുന്നത്. ഓക്കെ, കുറച്ച് വലിയൊരു വീതി ടൈപ്പുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് മുടിയൊന്നും ഇങ്ങനെ മുന്നോട്ടേക്ക് വരത്തില്ല, നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതുപോലെ വേണം വാങ്ങിച്ചു വെക്കുന്നത്, നല്ലതാണ് കേട്ടോ. ഓക്കെ, റെഡി. ഞാനിവിടെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ലെമണാണ് കേട്ടോ. ഞാനിവിടെ ഹാഫ് ഓഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ലെമൺ എടുക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ ലെമൺ എടുത്തു. ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. കുറച്ച് മതി കേട്ടോ, നമ്മുടെ ഫേസിലേക്ക് വേണ്ടുന്ന കോഫി പൗഡർ എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചിവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഭാഗം കോഫി പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷുഗർ എടുക്കുകയാണ്. ഓക്കെ, കുറച്ച് ഷുഗർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ചാണ് നമുക്ക് ഫേസിലേക്ക് വേണ്ട ഷുഗർ എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിങ്ങിൽ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണിത്. നാരങ്ങാ നീര്, ലെമൺ ജ്യൂസ്, പിന്നെ കോഫി പൗഡർ, കാപ്പിപ്പൊടി, പിന്നെ ഷുഗർ. ഇതിൽ ഷുഗർ വന്നിട്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാപ്പിപ്പൊടി സ്കിന്നിനെ ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലെമൺ ജ്യൂസ് വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ്, അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ടും സ്കിൻ വൈറ്റനിങ്ങിനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിവിടെ ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പം രണ്ട് കൈ കൊണ്ട് കൂടെ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒന്നുകൂടെ പറയാം. സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഹാഫ് ഓഫ് ലെമൺ, പിന്നെ ഒരു ഭാഗം കോഫി പൗഡർ, പിന്നെ ഷുഗർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നത്. ഓക്കെ, നവ്യ ചേച്ചി എടുത്തിരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഞാനും ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ്സോളം സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കൂടിപ്പോയി എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ടാനൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കോഫി പൗഡർ. ഓക്കെ, പിന്നെ നമുക്കിത് ലിപ്പിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട്, ലിപ്പ് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്ക് ഭാഗത്തേക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പാക്ക് ഇടുന്നത്. അതുകൊണ്ട് നെക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുളിക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കും. കുളി കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫേസ് പാക്കൊക്കെ ഇടുന്നത് നെക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2-3 തവണയായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ സാധാ വെള്ളത്തിൽ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ് കേട്ടോ. സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി അടുത്ത് വന്നിട്ട് നമ്മളിതാ ഈ ഒരു അലോവേരയാണ് കേട്ടോ. ഈ അലോവേര എടുത്തിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഫേസിലേക്ക് ഒന്ന് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു അലോവേര മാത്രം വെച്ചിട്ട്, ഇതൊരു അലോവേര ഐസ് ക്യൂബായിട്ട് എടുത്തു വെച്ചാണ് കേട്ടോ. ഇന്നലെ ഞാൻ ചെയ്തതാണ്. ഇന്നലെ ഇങ്ങനെ അലോവേരയുടെ പൾപ്പ് എടുത്തിട്ട് ഈ ഒരു ഐസ് ക്യൂബ് ട്രേയിൽ, അതായത് നമ്മുടെ ആ ഒരു ഫ്രീസറിലുള്ള ആ ഒരു ട്രേയിലേക്ക് ഐസ് ക്യൂബായിട്ട് ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിങ്ങനെ മാത്രമായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നൈറ്റും മോർണിംഗും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആവാനായിട്ടും പോഴ്സൊക്കെ ഓപ്പൺ ആവാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു മസാജ്. ഓക്കെ, പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അത് പിന്നെ ഈ ഒരു അലോവേരയുടേത് ലിപ്പിലും കൂടെ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നന്നായിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 3 സെക്കൻഡ്സോളം ഒന്നിങ്ങനെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളൊരു 5 മിനിറ്റ്സ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടവർക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതല്ലാതെ വാഷ് ഔട്ട് ചെയ്യണ്ട എന്നുള്ളവർക്ക് ഇതിൻ്റെ മേലെ തന്നെ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മേലെ പാക്കിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നല്ലൊരു ഫേസ് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഫ്രഷ് ആയിട്ട് വരും കേട്ടോ. ഫേസ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസിലുള്ള പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഓക്കെ, പിന്നെ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗം വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു 3 സെക്കൻഡ്സ് എങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, എനിക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്കറിയാവുന്ന പോലെയാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അലോവേര ഐസ് ക്യൂബായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. രാത്രിയിലാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത്. രാവിലെ എനിക്ക് സമയം കിട്ടാറില്ല. രാത്രി നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം അലോവേര ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വിട്ടാൽ മതി. രാവിലെ നമ്മൾ എണീക്കുമ്പം ഒന്ന് സാധാ വെള്ളം കൊണ്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അലോവേര ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ എല്ലാവരും, ഞാൻ ഒന്നുകൂടെ പറയാണ്, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. ഓക്കെ, ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു, ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ തന്നെ പാക്കിട്ട് കൊടുക്കാം. അതല്ല വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും പാക്കിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൻ്റെ മേലെ തന്നെയാണ് പാക്കിട്ട് കൊടുക്കുന്നത്. എനിക്കിതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നില്ല. ഇത് ഫേസിൽ അബ്സോർബ് ആയതിനു ശേഷം വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ മേലെ തന്നെ പാക്കിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യും. ഞാൻ ആ അലോവേരയുടേത് ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ. ഫേസിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആയിട്ട് വരുന്നുണ്ട്. പാക്ക് തയ്യാറാക്കാം. പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ ബീസാൻ പൊടിയാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഇത് നല്ല കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് വേറൊരു സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ, കേടാവേണ്ട. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, അത് മതി.
അതെടുത്തു. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഹണിയാണ്. അപ്പോൾ ഞാനിതാ 1 സ്പൂൺ ഹണി എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നല്ല പ്യുവർ ഹണിയാണ്. ഓക്കെ ഓക്കെ, ഹണി എടുത്തു. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ട കേടാണ്. അപ്പോൾ ഞാനത് കേട് ഇവിടെ 2 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കേടാണ്. കേട് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ കേട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാട്ടോ ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേട് നമ്മൾ എടുക്കുക. ഓക്കെ, കുറച്ചുകൂടെ വേണം. ഓക്കെ, കേട് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല പുളിച്ച കേടാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് നല്ല പുളിച്ച കേടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈരാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുളിച്ച തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാവും കേട്ടോ. ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാവും. ഓക്കെ, റെഡിയായി കേട്ടോ. നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ആ ഒരു അലോവേരയുടേത് കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ മേലെ തന്നെയാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കുറച്ചൊന്ന് വേഗത്തിലാക്കിയതാണ്. നവ്യ നായരുടെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഈ ഒരു 4 സ്റ്റെപ്പ് ഫേസ് പാക്ക് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും. എനിക്ക് ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മാറ്റം എൻ്റെ ഫേസിന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫേസ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഫേസ് ഒന്ന് കുറച്ചൊന്ന് ടാനൊക്കെ റിമൂവായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ട് വരും. വലിയ ബ്രൈറ്റനിങ് ആയിട്ടല്ല, നമ്മുടെ ഫേസിൻ്റെ ആ ഒരു നിറം നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ആഴ്ചയിൽ 2 തവണയായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നല്ലൊരു ഫേസ് പാക്കാണിത്. സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫേസിലിത് ആ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യുമ്പം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ഓർക്കണം കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ആയതുകൊണ്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. കുളിക്ക് മുമ്പാണെങ്കിൽ ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് നമുക്കൊരു 10-20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, പിന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് മറക്കരുത്. ചെറിയൊരു സ്ക്രബിന് ശേഷം വേണം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസ് പാക്ക് ഇതാ ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കുറച്ച് വാട്ടർ നമ്മൾ ഫേസിൻ്റെ അടുത്ത് ഇങ്ങനെ കയ്യിൽ മുക്കി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ജസ്റ്റ് ഒരു സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മളതൊന്ന് വൈപ്പ് ചെയ്ത് കളയാനായിട്ട്. അതല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. വൈപ്പ് ചെയ്ത് കളയേണ്ടവർക്ക് വൈപ്പ് ചെയ്ത് കളയാം. അതല്ല വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ വൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട് റിസൾട്ട് എന്ന് അറിയാനായിട്ട്. അതിന് ശേഷമാണ് വാഷ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയാണ് നല്ലത്. വൈപ്പ് ചെയ്ത് കളയേണ്ടവർക്ക് അങ്ങനെ കളയാട്ടോ. ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ വൈപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫേസിനൊരു ഗ്ലോ ഒക്കെ വന്നതുപോലെ, സ്കിന്നൊന്ന് വൈറ്റൻ ആയ പോലെ ഒക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് വരാം കേട്ടോ. എങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞാൻ എന്താ ഫേസ് വാഷ് ഔട്ട് ചെയ്ത് വന്നതാണ്. ഫേസിന് നല്ലൊരു വൈറ്റനിങ് ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതേപോലൊരു കുഞ്ഞു കഷ്ണം ബീറ്റ്റൂട്ട് എടുക്കുക. അത് നമ്മളിങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒക്കെ ഉള്ളൊന്ന് ഇളക്കിയിട്ട് നമ്മളതിൻ്റെ നീരിങ്ങനെ എടുക്കുക. ഓക്കെ, ഇങ്ങനെ ചക്കച്ചക്കാന്നാക്കി കൊടുത്താൽ നീരിങ്ങനെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ ബീറ്റ്റൂട്ട്
പാലിൽ മുക്കി ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. കാച്ചാത്ത പാൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ ബീട്രൂട്ടിൽ മുക്കുക, എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നവ്യ ചേച്ചി അവരുടെ ഫേസ് പാക്കിൽ അവരെങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്തിട്ടുള്ളത്. അവരുടെ ഫേസ് പാക്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ബീട്രൂട്ട് പാലിൽ മുക്കി നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട്, നമ്മുടെ ഫേസിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ടും പാലും കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാനിതാ സാധാ വെള്ളത്തിലൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിതാ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് വാഷ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ 3-4 തവണയായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പം തന്നെ, വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ അങ്ങ് പോവും. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഫേസ് തുടയ്ക്കുക കേട്ടോ, ഒന്ന് ട്രൈ ആക്കുക. അപ്പം ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്ന പാടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഒന്ന് തുടയ്ക്കൊന്നും ചെയ്തിട്ടില്ല. ഫേസ് നല്ല സോഫ്റ്റായിട്ടും ഗ്ലോ ആയിട്ടും വൈറ്റനിങ് ആയിട്ടും വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഫേസ് പാക്ക് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്ക് ഇതാ നല്ലൊരു പാക്കാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും അതുപോലെ ഫേസ് ഒന്ന് ക്ലിയർ ആവാനായിട്ടും സോഫ്റ്റ് ആൻഡ് പ്ലംബ് ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ നവ്യ ചേച്ചിയുടെ ഈ ഒരു പാക്ക്. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി പാക്കാണ് കേട്ടോ. ഈ ഒരു പാക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പാക്കാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.